ഈ ഒരു ക്രോമിൽ നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന 2-3 സെറ്റിങ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് ഓഫ് ചെയ്യണം. നിങ്ങൾ ഈ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഈ ഒരു ക്രോമിൽ നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന 2-3 സെറ്റിങ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് ഓഫ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT ജിമിനിലൊക്കെ വന്ന് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ ഉപയോഗവും ദോഷം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ സെറ്റിങ്സ് എങ്ങനെ ഓഫ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഈ ഒരു 3 ഡോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആരോ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈവസി ഗൈഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ഇവിടെ കാണാൻ സാധിക്കും ലെറ്റ്സ് ഗോ പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ ഡിസേബിൾ ആക്കുക. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPT ജിമിനിലൊന്ന് അയച്ചു കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം ദോഷമെന്ന് അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ ഡാറ്റകൾ ചോരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഓപ്ഷൻ ഡിസേബിൾ ആക്കണം. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ പ്രൈവസിയെ അവർ ചോർത്തുന്നതിന് വേണ്ടി അവരെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞ ഈ ടാബ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ഇതും ഡിസേബിൾ ആക്കി കൊടുക്കുക. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ChatGPT ജിമിനിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതിവിടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലായിരിക്കും ഉണ്ടാകുക. ഇത് നല്ലൊരു ഉപകാരമാണ്. ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. നിങ്ങളുടെ എൻഹാൻസ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സേഫ് ബ്രൗസറായിരിക്കും. അതായത് നിങ്ങൾ ആരെങ്കിലും ഹാക്ക് ചെയ്യാനൊക്കെ ലിങ്ക് അയച്ചു തന്നാൽ അത് ഓട്ടോമാറ്റിക് എൻഹാൻസ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അങ്ങനെ ആ ഒരു ബ്രൗസർ വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്ന് എൻഹാൻസിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹാക്കർമാരൊക്കെ നമുക്ക് കയ്യിലൊതുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അലോ തേർഡ് പാർട്ടി കുക്കീസ് പറഞ്ഞ ഈ ഓപ്ഷൻ. അതും നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ പ്രൈവസിയെ അവർക്ക് ചോരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ്. നിങ്ങൾക്ക് ഓരോ കുക്കീസുകളും ഇതുപോലെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ആ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന ഒരു പ്രശ്നവും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഉണ്ടാകില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്